നമസ്കാരം. പുതിയൊരു മൾട്ടിബാഗർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ ചാനലിന്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എല്ലാ വ്യൂവേഴ്സിനും എന്റെ റിപ്പബ്ലിക് ദിന ആശംസകൾ. പുതിയൊരു മൾട്ടിബാഗർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ മൾട്ടിബാഗർ കാൻഡിഡേറ്റ് ലിസ്റ്റ് ചെയ്ത് അധികം നാളായിട്ടില്ലാത്ത ഒരു കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ ടെക്നിക്കൽ അനാലിസിസ് ചെയ്യാൻ അതിൻ്റെതായ പരിമിതികളുണ്ട്. എന്നാലും ഈ കമ്പനിയുടെ ബിസിനസ്സിന് നല്ല വളർച്ചാ സാധ്യത ഉണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ സ്റ്റോക്കിനെ ഒരു മൾട്ടിബാഗർ കാൻഡിഡേറ്റ് ആയി തിരഞ്ഞെടുത്തത്. ഞാനൊരു ആംഫി രജിസ്റ്റേർഡ് മ്യൂച്വൽ ഫണ്ട് അഡ്വൈസർ ആണ്. മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ ഈ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. നല്ല പ്രോഫിറ്റ് സാധ്യതയുള്ള പോർട്ട്ഫോളിയോകൾ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ നിക്ഷേപം വർദ്ധിപ്പിക്കാൻ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. ഇന്നത്തെ നമ്മുടെ മൾട്ടിബാഗർ കാൻഡിഡേറ്റ് എയറോഫ്ലെക്സ് ഇൻഡസ്ട്രീസ് എന്ന കമ്പനിയാണ്. എയറോഫ്ലെക്സ് ഇൻഡസ്ട്രീസ് 2100 കോടി രൂപയാണ് എയറോഫ്ലെക്സ് ഇൻഡസ്ട്രീസിന്റെ മാർക്കറ്റ് ക്യാപ്പ്. എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ഹോസുകളാണ് ഈ കമ്പനിയുടെ പ്രോഡക്റ്റുകൾ. ഹോസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ പറമ്പ് നനയ്ക്കാൻ ഉപയോഗിക്കുന്ന ഹോസുകൾ മാത്രമല്ല, പലവിധ ഇൻഡസ്ട്രികൾക്ക് ആവശ്യമുള്ള പലതരം ഹോസുകൾ എയറോഫ്ലെക്സ് ഇൻഡസ്ട്രീസ് ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയി എയറോഫ്ലെക്സ് ഇൻഡസ്ട്രീസിന്റെ ബിസിനസിനെ പഠിക്കാം. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എയറോഫ്ലെക്സ് ഇൻഡസ്ട്രീസിന്റെ പ്രോഡക്റ്റുകളെ പറ്റിയാണ്. ഒന്നാമത്തെ പ്രോഡക്റ്റ് കാറ്റഗറി ബ്രെയ്ഡഡ് ഹോസുകളാണ്. ബ്രെയ്ഡഡ് ഹോസുകൾ നമ്മുടെ സാധാരണ ഹോസുകൾ പ്ലാസ്റ്റിക്, റബ്ബർ പോലുള്ള മെറ്റീരിയലുകൾ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്, അല്ലെ? എന്നാൽ ബ്രെയ്ഡഡ് ഹോസുകൾക്കുള്ളിൽ അതിന്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുന്നതിനായി പലതരം റീഇൻഫോഴ്സ്മെന്റ് മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നു. പ്രഷർ വാഷിംഗ് പോലെ ഹൈ പ്രഷർ ആവശ്യമുള്ള ആപ്ലിക്കേഷനുകളിലാണ് ബ്രെയ്ഡഡ് ഹോസുകൾ ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ പ്രോഡക്റ്റ് കാറ്റഗറി സോളാർ ഹോസുകളാണ്. ഒരുപക്ഷെ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഈ പേര് കേൾക്കുന്നത്. സോളാർ പാനലുകളിലെ ചൂട് നിയന്ത്രിക്കുന്നതിന് ഒരു കൂളന്റായി വാട്ടർ ഉപയോഗിക്കാറുണ്ട്. ചൂടായ വെള്ളം മാറ്റി പകരം സ്റ്റോറേജ് ടാങ്കിൽ നിന്നും നോർമൽ വാട്ടർ സോളാർ പാനലുകളിലേക്ക് സപ്ലൈ ചെയ്യുന്ന ഹോസാണ് സോളാർ ഹോസുകൾ. മറ്റ് ഹീറ്റിംഗ് ആപ്ലിക്കേഷനുകളിലും സോളാർ ഹോസുകൾ ഉപയോഗിക്കുന്നുണ്ട്. സോളാർ മേഖലയ്ക്ക് ഇന്ത്യൻ സർക്കാർ നൽകുന്ന പ്രാധാന്യം ഞാൻ വീണ്ടും എടുത്തു പറയുന്നില്ല. വലിയ വലിയ സോളാർ പ്രോജക്റ്റുകൾ സർക്കാരും കോർപ്പറേറ്റ് കമ്പനികളും ആരംഭിക്കുമ്പോൾ സോളാർ ഹോസിന്റെ ഡിമാൻഡുകളും വർദ്ധിക്കും എന്ന് തീർച്ചയാണ്. അടുത്ത പ്രോഡക്റ്റ് കാറ്റഗറി ഹൈ പ്രഷർ ഹോസുകളാണ്. എക്സ്ട്രീം ഹൈ പ്രഷർ ആപ്ലിക്കേഷനുകളിൽ ഉപയോഗിക്കുന്ന ഹോസുകൾ ആണിവ. സ്പേസ് ആപ്ലിക്കേഷനുകളിലും അണ്ടർ വാട്ടർ ആപ്ലിക്കേഷനുകളിലും ഉപയോഗിക്കാൻ സാധിക്കുന്ന ഈ ഹോസ് ഹൈ പ്രഷറിലുള്ള ലിക്വിഡ്സിന്റെയും ഗ്യാസുകളുടെയും ട്രാൻസ്ഫറിനാണ് പ്രധാനമായും ഉപയോഗിക്കാറുള്ളത്. പിന്നെയുള്ള പ്രോഡക്റ്റുകൾ എന്ന് പറയുന്നത് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കോമ്പോസിറ്റ് ഹോസുകൾ, ടാങ്കറുകളിൽ നിന്നും വാഗണിൽ നിന്നും മറ്റും ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള ടൊളുവീൻ പോലെയുള്ള കെമിക്കലുകളെ ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന SGT ഹോസുകൾ, ഗ്യാസുകളെയും ഫ്ലൂയിഡുകളെയും ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന പൈപ്പുകളുടെ ഹോസ് അസംബ്ലീസ്, ഫ്ലാൻജ്ഡ് പൈപ്പ് കണക്ടറുകൾ, അതായത് വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു ഹെവി എക്യുപ്മെന്റിൽ നിന്നും ഗ്യാസുകളും ഫ്ലൂയിഡുകളും ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ വൈബ്രേഷൻ ഫ്ലൂയിഡിന്റെ ഫ്ലോയെ ബാധിക്കാതിരിക്കാനുള്ള ഒരു എക്യുപ്മെന്റ് ആണ് ഫ്ലാൻജ്ഡ് പൈപ്പ് കണക്ടർ. അടുത്തത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹോസസ് ഫോർ നാച്ചുറൽ ഗ്യാസസ് ആണ്. നാച്ചുറൽ ഗ്യാസിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഫയർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഹോസുകളാണിത്. ഗ്യാസ് ഹോസുകളെ മീറ്ററുകളുമായി കണക്ട് ചെയ്യുന്ന ഗ്യാസ് മീറ്റർ ഹോസുകളും എയറോഫ്ലെക്സ് ഇൻഡസ്ട്രിക്കുണ്ട്. ഗ്യാസ് ഹോസിനെ ബർണറിലേക്ക് കണക്ട് ചെയ്യുന്ന കണക്ടറുകൾ, ഫ്യൂവൽ ടാങ്കറുകളിൽ നിന്നും റെയിൽ വാഗണുകളിൽ നിന്നും ഫ്യൂലുകൾ സക്ഷൻ ചെയ്ത് എടുക്കുന്ന GGE ഹോസുകൾ, ടാങ്കറുകളിൽ നിന്നും റെയിൽവേ വാഗണുകളിൽ നിന്നും ആസിഡുകളും ആൽക്കലികളും മറ്റും ട്രാൻസ്ഫർ ചെയ്യുന്ന ഈ GE ഹോസുകൾ, കൊറോസീവായ നാഫ്ത, നൈട്രിക് ആസിഡ്, ഫോസ്ഫോറിക് ആസിഡ് എന്നിവയെ ഷിപ്പുകളിൽ നിന്നും ടാങ്കറുകളിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്യാനുള്ള SST ഹോസുകൾ. ഇങ്ങനെ പലവിധ പ്രോഡക്റ്റുകളാണ് എയറോഫ്ലെക്സ് ഇൻഡസ്ട്രീസിനുള്ളത്. എയറോഫ്ലെക്സിന്റെ പ്രോഡക്റ്റുകളെ പരിശോധിക്കുമ്പോൾ രസകരമായ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഗ്യാസുകളുടെയും കെമിക്കലുകളുടെയും മറ്റും ട്രാൻസ്പോർട്ടേഷനുമായി റിലേറ്റ് ചെയ്യാവുന്ന പ്രോഡക്റ്റുകളാണ് എയറോഫ്ലെക്സിനുള്ളത്. അതുകൊണ്ട് തന്നെ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ് എന്ന നമ്മുടെ മൾട്ടിബാഗർ തീമിന് താഴെ നിർത്താവുന്ന ഒരു മൾട്ടിബാഗർ കാൻഡിഡേറ്റ് കൂടിയാണ് എയറോഫ്ലെക്സ് ഇൻഡസ്ട്രീസ്. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഇതൊന്നുമല്ല, എയറോഫ്ലെക്സ് ഇൻഡസ്ട്രീസ് ഉണ്ടാക്കുന്ന ഹോസുകളുടെ മറ്റ് ആപ്ലിക്കേഷനുകളാണ്. എയറോഫ്ലെക്സിന്റെ വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് ഇത് പരിശോധിക്കാവുന്നതാണ്. എയറോഫ്ലെക്സ് ഹോസുകളുടെ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് ആണ്. എയർക്രാഫ്റ്റുകളിലും ഡിഫൻസ് സിസ്റ്റങ്ങളിലും ഫ്യൂലുകളും ലൂബ്രിക്കന്റുകളും വാട്ടറും കംപ്രസ്ഡ് ഗ്യാസുകളും സപ്ലൈ ചെയ്യുന്നതാണ് ഒന്നാമത്തെ ആപ്ലിക്കേഷൻ. എയറോഫ്ലെക്സ് ഹോസുകളുടെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിയാണ്. സെമി കണ്ടക്ടർ ചിപ്പുകൾ വാഷ് ചെയ്യുന്നതിന് വളരെയധികം പ്യുവർ ആയിട്ടുള്ള വാട്ടർ ആവശ്യമാണ്. മാത്രമല്ല സെമി കണ്ടക്ടർ ചിപ്പിന്റെ നിർമ്മാണത്തിൽ വിവിധ ഗ്യാസുകളും ഫ്ലൂയിഡുകളും ഉപയോഗിക്കുന്നുണ്ട്. അടുത്ത ഇൻഡസ്ട്രി റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ ആണ്. ന്യൂമാറ്റിക് സിസ്റ്റംസിലും റോബോട്ടിക് വെൽഡിംഗ് സിസ്റ്റത്തിലും എയറോഫ്ലെക്സിന്റെ ഹോസുകൾക്ക് സ്കോപ്പ് ഉണ്ട്. അടുത്തത് ഹൈഡ്രജൻ ഇൻഡസ്ട്രിയാണ്. ഹൈഡ്രജന്റെ ട്രാൻസ്പോർട്ടേഷനിലും ട്രാൻസ്ഫറിംഗിലും എയറോഫ്ലെക്സ് ഹോസുകൾ ഉപയോഗിക്കുന്നു. അടുത്തത് ഇലക്ട്രിക് വാഹനങ്ങളാണ്. ഇലക്ട്രിക് മൊബിലിറ്റി. ഇലക്ട്രിക് വാഹനങ്ങളിൽ പലതരം ഹോസുകളും ഫ്ലൂയിഡ് ട്രാൻസ്ഫർ അസംബ്ലികളുമുണ്ട്. തെർമൽ മാനേജ്മെന്റിനായി ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററികൾക്ക് ചുറ്റും ഉപയോഗിക്കുന്ന
സൊല്യൂഷനുകൾക്ക് ഉപയോഗിക്കുന്ന ഹോസുകളിലും എയറോഫ്ലക്സ് ഹോസുകൾ ഉപയോഗിക്കുന്നു. അടുത്ത ഇൻഡസ്ട്രിയാണ് HVAC, ഹീറ്റിംഗ്, വെന്റിലേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് ഇൻഡസ്ട്രി. അടുത്ത ആപ്ലിക്കേഷൻ നാച്ചുറൽ ഗ്യാസ് ഇൻഡസ്ട്രിയാണ്. ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് എക്സ്ട്രീം ലോ ടെമ്പറേച്ചേഴ്സിലാണ്. ടെമ്പറേച്ചർ കൺട്രോൾഡ് ഹോസസ് ആർ റിക്വയർഡ് ഫോർ ദിസ്. അടുത്ത ഇൻഡസ്ട്രി സ്റ്റീൽ ആൻഡ് മെറ്റൽ ഇൻഡസ്ട്രിയാണ്. നമുക്കറിയാം, സ്റ്റീൽ ആൻഡ് മെറ്റൽ ഇൻഡസ്ട്രിയിൽ വളരെ കൂടിയ താപനിലയിൽ പ്രവർത്തിക്കുന്ന ഫർണേസുകളും ബ്ലാസ്റ്ററുകളും ഒക്കെയാണുള്ളത്. ഈ ഫർണേസുകളിൽ നിന്നും മെറ്റലിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനും കൂളന്റിന്റെ ഫ്ലോയ്ക്കുമൊക്കെയായി എയറോഫ്ലക്സ് ഹോസുകൾ ഉപയോഗിക്കാറുണ്ട്. അടുത്ത ഇൻഡസ്ട്രി പെട്രോകെമിക്കൽസ് ആൻഡ് ഓയിൽ ഇൻഡസ്ട്രിയാണ്. പെട്രോകെമിക്കൽ പ്ലാന്റുകളിൽ പ്ലാസ്റ്റിക് റെസിൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനും മറ്റും എയറോഫ്ലക്സ് ഹോസുകൾ ഉപയോഗിക്കുന്നു. ഓയിൽ ഇൻഡസ്ട്രിയിൽ ഹൈഡ്രോ കാർബണുകളെയും സ്റ്റീമിനെയും ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ ഇവ ഉപയോഗിക്കാറുണ്ട്. അടുത്തത് സോളാർ ഇൻഡസ്ട്രിയാണ്. സോളാർ പാനലുകളിലേക്കുള്ള വാട്ടർ കണക്ഷന് വേണ്ടി ഈ ഹോസുകൾ ഉപയോഗിക്കുന്നു. അടുത്തത് ബൾക്ക് ടെർമിനൽ ഹാൻഡ്ലിംഗ് ആണ്. നമ്മുടെ നവകർ കോർപ്പറേഷന്റെ ബിസിനസ്. സിമന്റ്, ഫെർട്ടിലൈസർ, ഡ്രൈ ആഷ്, ഗ്രാവൽ, റോക്ക് സാൾട്ട് മുതലായവ ട്രാൻസ്ഫർ ചെയ്യുന്നതിനും കപ്പലുകളിൽ നിന്നും കണ്ടെയ്നറുകളിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ഇവ ഉപയോഗിക്കുന്നു. അടുത്തത് ഫുഡ്, കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയാണ്. കെമിക്കൽ പ്രോസസ്സിംഗിൽ കെമിക്കൽസിന്റെ ട്രാൻസ്ഫറിന് വേണ്ടിയും ലിക്വിഡ് കെമിക്കൽസിന്റെ ട്രാൻസ്ഫറിന് വേണ്ടിയും എയറോഫ്ലക്സിന്റെ ഹോസുകൾ ഉപയോഗിക്കുന്നു. അടുത്തത് പേപ്പർ ആൻഡ് പൾപ്പ് ഇൻഡസ്ട്രിയാണ്. പേപ്പർ ഉണ്ടാക്കുന്ന പ്രോസസ്സിൽ സ്റ്റീമിനെയും മറ്റു കെമിക്കലുകളെയും ട്രാൻസ്ഫർ ചെയ്യുന്നതിനായി എയറോഫ്ലക്സ് ഹോസുകൾ ഉപയോഗിക്കാറുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒട്ടുമിക്ക ഇൻഡസ്ട്രികളിലും സാന്നിധ്യമുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് എയറോഫ്ലക്സ് ഇൻഡസ്ട്രീസ്. ഇതിൽ തന്നെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകളും മറ്റും വൻതോതിൽ ഇംപ്ലിമെന്റ് ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം. ഇതിനാൽ തന്നെ സ്റ്റീൽ ഇൻഡസ്ട്രിയിൽ സ്റ്റീൽ ഹോസുകളുടെ ഡിമാൻഡ് വരുന്ന 3 വർഷത്തിൽ 50 മുതൽ 60% വരെ ഉയരും എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. അതുപോലെ തന്നെ ചൈനയിൽ നിന്നും മറ്റും വരുന്ന ഹോസുകളേക്കാൾ ഗുണനിലവാരത്തിൽ വളരെ മുന്നിലാണ് എയറോഫ്ലക്സിന്റെ ഹോസുകൾ. അതിനാൽ തന്നെ വരും വർഷങ്ങളിൽ എക്സ്പോർട്ട് ബിസിനസ്സിലും വളരെയധികം ശക്തി പ്രാപിക്കാനാണ് സാധ്യത. നിലവിൽ 80-ലധികം രാജ്യങ്ങളിലേക്ക് എയറോഫ്ലക്സ് ഹോസുകൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. എയറോഫ്ലക്സ് ഇൻഡസ്ട്രീസിന്റെ കഴിഞ്ഞ ക്വാർട്ടറിലെ റിസൾട്ട് ഇന്നലെയാണ് പുറത്തു വന്നത്. വളരെ നല്ല റിസൾട്ട് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. റിസൾട്ടുകളെ ബേസ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളല്ല ഞാൻ. മോശം റിസൾട്ടുകൾ വരുമ്പോഴാണ് നല്ല കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരം കിട്ടുക എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ റിസൾട്ടിനെ പറ്റി എയറോഫ്ലക്സിന്റെ മാനേജിംഗ് ഡയറക്ടറും മുതലാളിയുമായ മിസ്റ്റർ ആസാദ് ദാവൂദിന്റെ അഭിപ്രായം പ്രകടനം കൂടി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. കമ്പനിയുടെ ടോട്ടൽ ഇൻകം ഇയർ ഓൺ ഇയറിൽ 12.78% വർദ്ധിച്ചിരിക്കുന്നു. കമ്പനിയുടെ ഏർണിംഗ്സ് ബിഫോർ ടാക്സ് ആൻഡ് ഡിപ്രീസിയേഷൻ എബിറ്റ വർദ്ധിച്ചിരിക്കുന്നത് 63%. പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കൂടിയത് 94%. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് കഴിഞ്ഞ ക്വാർട്ടറിലേക്കാൾ 75% വർദ്ധിച്ചിരിക്കുന്നത്. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് വർദ്ധിച്ചിരിക്കുന്നത് 75%. എക്സ്പോർട്ടുകളിൽ ഉണ്ടായ വർധന 26%. ആസാദ് ദാവൂദ് പറയുന്നത് 2024 ഡിസംബറിനുള്ളിൽ മെറ്റൽ ബെല്ലോസിന് വേണ്ടി ഒരു പ്ലാന്റ് പ്രവർത്തന സജ്ജമാകും എന്നാണ്. അപ്പോൾ ഇത്രയുമാണ് എയറോഫ്ലക്സിന്റെ വിശേഷങ്ങൾ. ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. ബൈ സെൽ ഡിസിഷനുകളൊക്കെ സ്വയം എടുക്കുക. എയറോഫ്ലക്സ് ഇൻഡസ്ട്രീസിന്റെ ചാർട്ടിലേക്ക് തൽക്കാലം നമ്മൾ പോകുന്നില്ല. കാരണം ടെക്നിക്കൽസ് നോക്കിയല്ല ഞാൻ ഈ സ്റ്റോക്ക് ചൂസ് ചെയ്തിട്ടുള്ളത്. അടുത്ത ഒരു മൾട്ടിബാഗർ സ്റ്റോക്കുമായി വീണ്ടും കാണുന്നതുവരെ ഹാപ്പി ഇൻവെസ്റ്റിംഗ്.